നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പ്രോബ്ലം അത് നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു വൈയിലാണ് ഫസ്റ്റ് ചെയ്തത്. ഇനി നമ്മളത് മാറ്റിയിട്ട് വിത്ത് റെസ്പെക്റ്റ് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞത്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ മുന്നേ ചെയ്ത മാതിരി അല്ല ചെയ്യേണ്ടത്. നമ്മുടെ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷനെ 2 റീജിയൺ ആക്കി സ്പ്ലിറ്റ് ചെയ്യണം. 2 റീജിയൺ ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നോക്കിക്കേ, ഇങ്ങനെയല്ലേ നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ ഈ കർവ് എലോൺ ആയിട്ടല്ലേ ഉള്ളൂ, ഇവിടെ മറ്റൊരു കർവിന് ബാധകമല്ല. ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക, ഈ കർവ് നോക്കാം. അപ്പോൾ ഈ കർവ് എന്ന് പറയുമ്പോൾ ഇത്രയും നമുക്ക് y = x² എന്ന് പറയുന്ന കർവ് മാത്രമേ ഉള്ളൂ. 2 കർവിൻ്റെയും കൂടിയും ഒരു ബന്ധമില്ല അവിടെ. അപ്പം നമ്മൾ ഇത്രയും റീജിയനെ ഒരു റീജിയൻ ആയിട്ടും പിന്നെ ഈ ഒരു റീജിയൻ, അതായത് y = x+2ഉം 2 കൂടിയും വരുന്ന ഈ ഒരു റീജിയൻ അങ്ങനെ 2 എണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം 2 റീജിയൻ ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഫസ്റ്റ് 1 R1 എന്നും ഇത് R2 എന്ന് പറഞ്ഞതാണ്. പിന്നെ R1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അപ്പോൾ 2 റീജിയൻ R1ഉം R2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R dA എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R1 dA പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R2 dA എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഈ R1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം ഏതിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വിത്ത് റെസ്പെക്റ്റ് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റെങ്കിൽ നമ്മൾ വരയ്ക്കേണ്ടത് ഹൊറിസോണ്ടൽ ലൈനാണ് വരയ്ക്കേണ്ടത്. സോ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അപ്പോൾ ഈ ഫസ്റ്റ് ഈ ലൈൻ എന്ന് പറയുന്നത് ഏത് പോയിന്റിനെ കട്ട് ചെയ്യുന്നത്? y = x+2 എന്ന് പറഞ്ഞാൽ അപ്പോൾ x+2നെയാണ് കട്ട് ചെയ്യുന്നത്, ലൈനെയാണ് കട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താണ്? എക്സിൻ്റെ ലിമിറ്റ് ആണ് അല്ലേ. അപ്പോൾ x= എന്ന് പറയുന്ന ഫോർമുല വേണ്ട. ഇപ്പോൾ y = x+2, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x = y-2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ ആദ്യത്തെ ലോവർ ലിമിറ്റ് നമുക്ക് കിട്ടി. എന്താണ്? y-2 എന്ന് പറഞ്ഞു. ഇനി ഇത് എവിടെയാണ് പിന്നെ ലീവ് ചെയ്ത് പോകുന്നത്? ഏത് കർവിനെ ടച്ച് ചെയ്തിട്ടാണ്? y = x² എന്ന് പറയുന്ന ആ കർവിനെ ടച്ച് ചെയ്തിട്ടാണ് ലീവ് ചെയ്തിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ y = x² എന്ന് പറയുന്ന അതിനെ കട്ട് ചെയ്തിട്ടാണ് ലീവ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്താണ്? y = x². സോ നമുക്ക് y ആണോ വേണ്ടേ? അല്ല, x ആ വേണ്ടേ. സോ x = √y എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ x എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടം വരെ വേരി ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി നമുക്ക്? y-2 < x എന്ത് കിട്ടി? √y എന്ന് കിട്ടി. ഇപ്പോൾ y-2 മുതൽ √y വരെയാണ് എക്സ് വേരി ചെയ്യുന്നത് എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഹൊറിസോണ്ടൽ ലൈനിനെ എവിടം മുതൽ എവിടം വരെ മൂവ് ചെയ്യിപ്പിച്ചാലാണ് ആ റീജിയൻ കവർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. സോ ഈ ഡോട്ട് നമ്മൾ അവിടെ ആ ലൈനിനെ ഞാൻ ഇപ്പോൾ വരഞ്ഞ ലൈനിൻ്റെ അടുത്ത് കൊടുന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഡോട്ട് ഉള്ള റീജിയൻ മുഴുവൻ കിട്ടണമെങ്കിൽ നമുക്ക് ആസ് ദ ഇൻക്രീസിങ് ഡയറക്ഷൻ അല്ല, നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു മുകളിലോട്ടാണ് നമ്മളിത് മൂവ് ചെയ്തിട്ട് വരുന്നത്. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് വൈൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെ വേരി ചെയ്യും എന്ന് നമ്മൾ നോക്കണം. സോ ഓൾറെഡി നമ്മൾ പോയിന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. -1 1 എന്ന് പറയുന്നതും 2 to 4 ആയിരുന്നു എന്തുണ്ടായിരുന്നത്? പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. ഇനി ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനിൽ y എവിടെ നിന്ന് മുതൽ എവിടം വരെ വേരി ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മുടെ പോയിന്റ് ഏതൊക്കെയായിരുന്നു? -1 to 1 എന്ന് പറയുന്നതും ഇതുമാതിരി തന്നെ 2 to 4 എന്ന് പറയുന്നതായിരുന്നു. ഇവിടെ നമ്മൾ y എവിടെ നിന്ന് മുതൽ എവിടം വരെ റേഞ്ച് ചെയ്യുന്നു എന്നാണ് നോക്കണത്. സോ വൈൻ്റെ കോർഡിനേറ്റ് ഏതൊക്കെയായിരുന്നു? 1ഉം 4ഉം ആയിരുന്നു. സോ y എന്ന് പറയുന്നത് എവിടെ നിന്ന് മുതൽ എവിടം വരെ റേഞ്ച് ചെയ്യണു? 1ൽ നിന്ന് 4ലോട്ട് റേഞ്ച് ചെയ്യണു. സോ ദ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്, വൈൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടം വരെയാണ്? 1 to 4 ആണ്. Therefore we can say that എന്ത് പറയാൻ പറ്റും? 1 < y < 4 എന്ന് കിട്ടി. Therefore our region of integration is y-2 which is < x < √y എന്ന് പറയുന്നതും 1 < y < 4 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ റീജിയൺ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, കറസ്പോണ്ടിങ് ടു 4 R1 എന്ന് പറയുന്ന റീജിയനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? R2 എന്ന് പറയുന്ന റീജിയനിനുള്ള എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റ്സ് കണ്ടുപിടിക്കണം.
സോ നമ്മൾ വീണ്ടും R2നെ കട്ട് ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ വരച്ചു. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? y is equal to x square എന്ന് പറയുന്ന രണ്ടിനെയും ടച്ച് ചെയ്യുന്നത് y is equal to x square എന്ന് പറയുന്ന ആ ഒരു കർവിനെയാണ് ടച്ച് ചെയ്യുന്നത്. നമുക്ക് എക്സിൻ്റെ ഇതായത് കിട്ടേണ്ടത് കൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് √y എന്ന് പറയാം. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് -√y ഈ പോർഷൻ പോസിറ്റീവ് സൈഡ് അല്ലേ, പോസിറ്റീവ് √y ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. മനസ്സിലായോ? അപ്പം നമ്മൾ എക്സ് ഈ ലൈൻ എൻ്റർ ചെയ്യുന്നത് -√y ലീവ് ചെയ്തിരിക്കുന്നത് എന്താണ്? +√y അല്ലേ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു +or-√y എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു സൈഡിലാണല്ലോ -√y ഉള്ളത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ +√y ഉണ്ട്. അപ്പം അങ്ങനെയാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ എന്താണ്? ഈ ലൈനിന് നമ്മളിപ്പോൾ വരച്ച ഈ ഹൊറിസോണ്ടൽ ലൈന് എവിടെ നിന്ന് മുതൽ എവിടം വരെ ചെയ്താലാണ് ഈ റീജിയൻ കവർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ കൊടുന്നു. ഇനി ഇതുവരെ മൂവ് ചെയ്യിപ്പിക്കണം, ഈ ഒരു ഇതുവരെ മൂവ് ചെയ്യിപ്പിക്കണം. അത്രയും വരെ മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വൈൻ്റെ ലിമിറ്റ് കൂടി കിട്ടുക. അതായത് ആ റീജിയൻ മൊത്തം കവർ ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. സോ അങ്ങനെ വൈൻ്റെ ലിമിറ്റ് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് വൈൻ്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഏതായിരുന്നു? 0 0 എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഈ ഒരു പോയിന്റ് എടുത്താലും മതി, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് എടുത്താലും ഏതായാലും 1 1 എന്ന് എടുത്തു. സോ ഇവിടുന്ന് വൈ എവിടുന്ന് മുതൽ എവിടം വരെയാണ് വേരി ചെയ്യുന്നത്? 0 to 1 വരെയാണ് വേരി ചെയ്തത്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് റീജിയനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പോൾ R2 എന്ന് പറയുന്നതിന് നമ്മൾ എങ്ങനെ വേരി ചെയ്യണം? -√y which is less than or equal to x less than or equal to √y എന്ന് പറയുന്നതും 0 less than or equal to y less than or equal to 1 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ആ ഒരു ലിമിറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ പറയുന്നത് ഇൻ്റഗ്രൽ അതായത് ഏരിയ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ വിച്ച് ഇസ് ഈക്വൽ ടു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 R1നും R2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R1 ഡി എ പ്ലസ് ഡബിൾ ഇൻ്റഗ്രൽ R2 ഡി എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നമ്മൾ ഫസ്റ്റത്തെ R1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ്സ് കൊടുത്തിട്ട് എഴുതി. അതായിരുന്നു 1 to 4 ഇൻ്റഗ്രൽ y - 2√y dx dy എന്ന് പറയുന്നത്. R2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ -√y to √y dx dy എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി കമ്പ്യൂട്ടേഷനാണ്. സെയിം മാതിരിയുള്ള ഈ കമ്പ്യൂട്ടേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സെയിം പ്രോബ്ലമാണ്. ആൻസർ 9/2 തന്നെ കിട്ടണം. സോ 9/2 ആണ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ആകെ ബുദ്ധിമുട്ട് ഈ ലിമിറ്റ്സ് വരെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നുള്ളൂ. സോ ആ ലിമിറ്റ് കൂടി ഞാൻ പറഞ്ഞു. ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് ഒക്കെ എന്താണ്? എളുപ്പമാണ്. ഇവിടെ 1 ആണ്. f(x, y) എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഞാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വൃത്തിക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ 2 റീജിയനായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. അല്ലാതെ നമ്മൾ ഒരൊറ്റ ഇതിലാക്കി എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് തെറ്റിപ്പോവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിലൊക്കെ മാക്സിമം നമുക്ക് ഒരു റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ പറ്റുന്ന തരത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ട് ഇപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഫസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒറ്റ റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ തന്നെ വരുള്ളൂ, 2 എണ്ണം വരില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഉള്ളത് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന്. ഓക്കെ.